അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ ഫോർദോ അടക്കം തങ്ങളുടെ 3 ആണവ നിലയങ്ങൾക്കും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ 3 ആണവ നിലയങ്ങളും പ്രവർത്തനം ആരംഭിക്കും. ആണവായുധ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയില്ലെന്നും ഇറാൻ പറഞ്ഞു. ഇതോടുകൂടി ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പച്ചക്കള്ളം തെളിഞ്ഞു വരികയാണ്. ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളം. ഫോർദോയെ ആക്രമിക്കാനാണ് അമേരിക്കൻ വിമാനം എത്തിയത്. പക്ഷേ ഫോർദോയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സംഘി മാധ്യമമായ മറുനാടൻ മലയാളിയും സംഘിപത്രമായ ജന്മഭൂമിയും സംഘി ചാനലായ ജനവും എന്തിന് കേരള കൗമുദി അടക്കമുള്ള മുഖ്യധാര പത്രങ്ങളുമൊക്കെ പറഞ്ഞത് ആണവ നിലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇറാന് ഇനി രക്ഷയില്ല എന്ന മട്ടിലാണ്. തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ ആക്രമണം ഒരിടത്തും എത്തിയില്ല. ട്രംപ് ഫോർദോയെ ആക്രമിച്ചിട്ട് ഒരിടത്തും എത്താത്തത് കൊണ്ടാണ് പിറ്റേ ദിവസം ഇസ്രായേൽ അവിടേക്ക് ആക്രമണം നടത്തിയത്. അതും പാളിപ്പോയ ആക്രമണങ്ങളായി രണ്ടും. ഇസ്രായേൽ ആകെ ചെയ്തത് ഇസ്രായേൽ ആക്രമണത്തിൽ ഫോർദോയിലേക്കുള്ള വഴിയിൽ ഒരു ഗർത്തം രൂപപ്പെട്ടു എന്നാണ്. ആക്രമണത്തിൽ ബോംബിട്ടതിൻ്റെ ഒരു ഗർത്തം മാത്രം രൂപപ്പെട്ടു. അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഫോർദോ ആണവ നിലയത്തിലെ സാമഗ്രികളും അവിടെ കാവൽ നിൽക്കുന്ന റഷ്യൻ സൈനികരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി. ഫോർദോയും മറ്റ് ആണവ നിലയങ്ങളും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അമേരിക്കയും ഇസ്രായേലും നടത്തിയ വീരവാദങ്ങളൊക്കെ പൊളിയുന്നു. ട്രംപിനി അമേരിക്കക്കാരുടെ മുഖത്തു നോക്കാൻ കഴിയില്ല. ഇറാന് വലിയ നാശനഷ്ടം സംഭവിച്ചു എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ എഴുതിയത്. ആണവായുധ പദ്ധതി ഇനി ഇറാന് തുടരാൻ കഴിയില്ല എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ എഴുതിയത്. അതൊക്കെ പച്ചക്കള്ളം. ആണവായുധ പദ്ധതി ഇറാൻ തുടരും. ഇതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപും നെതന്യാഹുവും പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ. ചുരുക്കത്തിൽ ഈ യുദ്ധം കൊണ്ട് ഒന്നും നേടാനായില്ല ഇസ്രായേലിന്, തിരിച്ചടി മാത്രം. അമേരിക്കയ്ക്കും ഒന്നും നേടാനായില്ല. ഇറാൻ്റെ ആണവ നിലയത്തിന് നേരെ നടത്തിയ ആക്രമണം ട്രംപിനെ ഇനിയിപ്പോൾ അമേരിക്കക്കാർ വലിച്ചു കയറുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ട്രംപിന്. എന്തിനാണ് ഇറാനെ ആക്രമിച്ചത്? എന്തു നേടി? പരാജയപ്പെട്ട ആക്രമണം കൊണ്ട് എന്താണ് കാര്യം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ട്രംപ് ഉത്തരം പറയേണ്ടി വരും. ആകെ മൊത്തം നാണം കെട്ടിരിക്കുകയാണ് ട്രംപ്. ഇറാനെ കീഴടക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ട്രംപിന് അമേരിക്കൻ ഇൻ്റലിജൻസ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ വെടിനിർത്താൻ ട്രംപ് തീരുമാനിച്ചത്. ഇറാനാകട്ടെ വെടിനിർത്തിയത് തങ്ങളുടെ അവസാന മിസൈലും ഇസ്രായേലിൽ പതിപ്പിച്ച ശേഷം. അതോടുകൂടി യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു. നെതന്യാഹുവിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഭ്യന്തര കലാപം ഉണ്ടായി നെതന്യാഹുവിനെ പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നെതന്യാഹു എന്ന യുദ്ധവെറിയൻ്റെ അവസ്ഥ. ആണവ നിലയങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ പറഞ്ഞത് ഇറാൻ തകർന്നു, ഇറാനിനെ ജന്മത്തിൽ ആണവായുധം ഉണ്ടാക്കാൻ പറ്റില്ല, ആണവായുധ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വർഷങ്ങളോളം വേണ്ടിവരും, ഇതൊക്കെയാണ്. പക്ഷേ ഔദ്യോഗികമായി ഇറാൻ പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ ആണവായുധശാലകൾ പ്രവർത്തിച്ച് തുടങ്ങും. ഫോർദോ ആണവ നിലയം റഷ്യൻ സഹായത്തോടുകൂടി ഇറാൻ നിർമ്മിച്ച ആണവ നിലയമാണ്. ആ ആണവ നിലയത്തിന് കാവൽ നിൽക്കുന്നത് റഷ്യൻ ഭടന്മാരും റഷ്യൻ ശാസ്ത്രജ്ഞരുമാണ്. ആ ആണവ നിലയത്തിൽ നിന്ന് ഭടന്മാരെയും ശാസ്ത്രജ്ഞരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ആണവ സാമഗ്രികൾ സുരക്ഷിതമായി കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു ഇറാൻ. ഫോർദിന് നേർക്ക് ആക്രമണം നടത്താൻ
അമേരിക്ക ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന് വേണം ഇറാൻ്റെ ഇന്നത്തെ പ്രസ്താവന വ്യക്തമാക്കാൻ. അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം അത് ഫലം കണ്ടില്ല എന്നതിന് ഉറപ്പാണ് ഇസ്രായേൽ വീണ്ടും ഫോർദിന് നേരെ ആക്രമണം നടത്തിയത്. ഫോർദിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗർത്തം പ്രത്യക്ഷപ്പെട്ടതല്ലാതെ ആണവ നിലയത്തിന് ഒരു ചുക്കും സംഭവിച്ചില്ല. മറ്റൊന്ന്, ഇറാൻ്റെ രാഷ്ട്രീയ തടവുകാരെ, ഖൊമൈനി വിരുദ്ധരെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ തകർത്തു എന്നുള്ളതാണ്. ജയിലിൻ്റെ കവാടം ബോംബാക്രമണത്തിൽ തകർന്നു വീണു എന്നത് ഉറപ്പാണ്. ആ കവാടം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇറാൻ. കാര്യമായ നാശനഷ്ടമൊന്നും ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് സംഭവിച്ചിട്ടില്ല. അപ്പുറത്ത് ഇസ്രായേലിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് കനത്ത നാശനഷ്ടം തന്നെ സംഭവിച്ചു. അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നടുവൊടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നടുവൊടിഞ്ഞു കിടക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് താറുമാറായി മാറി. നിരവധി കെട്ടിടങ്ങൾ തകർച്ചയിലേക്ക് പോയി. നിരവധി ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. 8,000-ഓളം ആൾക്കാർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ഇനി ഹൈഫ നഗരവും ടെൽ-അവീവും ജെറുസലേമും ഒക്കെ പുനർനിർമ്മിക്കാൻ കാലങ്ങൾ വേണ്ടിവരും ഇസ്രായേലിന്. ഇസ്രായേലിൻ്റെ വ്യോമ താവളങ്ങൾ പലതും തകർത്തു ഇറാൻ മിസൈൽ ആക്രമണത്തിൽ. അയൺ ഡോമിനും താഡിനും ആരോയ്ക്കും ഒന്നും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണം കൃത്യമായി ഫലം കാണുകയും ചെയ്തു. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ അധ്യായമായി മാറി ഇറാൻ ആക്രമണം. ഇറാൻ അന്നും ഇന്നും ഇറാൻ തന്നെയെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ആണവ നിലയങ്ങളെ ആക്രമിച്ചുവെന്നും ഇറാൻ്റെ ആണവായുധ നിർമ്മാണം തകർത്തുവെന്നും ഒക്കെ ട്രംപ് ഗീർവാണം അടിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ തന്നെ പറയുന്നു 3 ദിവസങ്ങൾക്കുള്ളിൽ ആണവ നിലയങ്ങൾ പുനർപ്രവർത്തനം ആരംഭിക്കും എന്ന്. അവയ്ക്ക് കാര്യമായ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൻ്റെ കവാടം മിസൈൽ ആക്രമണത്തിൽ, ബോംബാക്രമണത്തിൽ തകർന്നെങ്കിലും അത് പുനർനിർമ്മിച്ച് കഴിഞ്ഞുവെന്ന്. ചുരുക്കത്തിൽ ട്രംപ് നാണം കെട്ടിരിക്കുകയാണ്. ഇനി അമേരിക്കക്കാരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് ഉത്തരം പറയേണ്ടി വരും. അമേരിക്കൻ ജനത ഇപ്പോൾ ട്രംപിനെ പുറന്തള്ളിക്കളഞ്ഞു. ജയിക്കാത്ത യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ശേഷം എന്തിന് തിടുക്കത്തിൽ സമാധാന കരാർ ഉണ്ടാക്കി? അമേരിക്കയിലെ 40,000 പട്ടാളക്കാർ ഇറാനെ ആക്രമിക്കും എന്നൊക്കെയായിരുന്നു ട്രംപ് ഗീർവാണം അടിച്ചിരുന്നത്. ഒന്നും സംഭവിച്ചില്ല. ഖത്തറിലേക്ക് ഇറാൻ പ്രതീകാത്മക ആക്രമണം നടത്തിയപ്പോൾ, ഉണ്ടായപ്പോൾ ട്രംപിന് കുറേ കാര്യമൊക്കെ മനസ്സിലായി. യുദ്ധം നീണ്ടുപോകും. ഒന്ന്, ഇറാൻ്റെ കരസൈന്യം അത്ര ശക്തമാണ്. റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കില്ല. ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് സമാധാന കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും ആണവ നിലയം തകർത്തുവെന്നൊക്കെ പറഞ്ഞു നടന്നു തെക്കും വടക്കും ട്രംപ്. ഒന്നും തകർന്നില്ല എന്ന് ഇന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു.